വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. റാൻസ് ലേണിംഗ് പോർട്ടലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ചാപ്റ്റർ വൈസ് നിങ്ങളെങ്ങനെ വായനയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലാണെന്നറിയാം. അപ്പോൾ മറ്റൊരു ചാപ്റ്ററുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ് നിങ്ങൾക്കൊന്ന് സിമ്പിളാക്കി തരാൻ വേണ്ടിയിട്ട്. മറ്റൊന്നുമല്ല, ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് റിട്ടൺ ബൈ എ.ജെ. ക്രോണിൻ. എ.ജെ. ക്രോണിൻ എഴുതിയിട്ടുള്ള ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് എന്ന് പറയുന്ന ഈ ഒരു ലെസൺ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് വേഗം മേജർ ഇവന്റ്സിലേക്ക് കിടക്കാം. നോക്കിക്കേ, നരേറ്റർ സീസ് എ പാസഞ്ചർ ഇൻ ദ പ്രൊമിനാഡ് ഡെക്ക്. അപ്പൊ ഈ നരേറ്റർ ആരാ നമുക്കറിയാം, എ.ജെ. ക്രോണിൻ ആണ്. എ.ജെ. ക്രോണിൻ തന്റെ ന്യൂയോർക്കിൽ നിന്നും ലണ്ടനിലേക്കുള്ള വോയേജിലാണ്, ഷിപ്പ് ജേണിയിലാണ്. രണ്ടാമത്തെ ദിവസമാണ് നമ്മുടെ സ്റ്റോറി തുടങ്ങുന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള സെക്കൻഡ് ഡേ ഓഫ് ഹിസ് വോയേജ് ഹി സീസ് എ പാസഞ്ചർ ഇൻ ദ പ്രൊമിനാഡ് ഡെക്ക്. ആ ഒരു പ്രൊമിനാഡ് ഡെക്കിൽ, ആ ഒരു പാസേജിൽ, ആ ഒരു ഫ്ലോറിൽ അല്ലെ, ആ ഒരു ഷിപ്പിന്റെ ഒരു ഫ്ലോറിൽ ഒരു പാസഞ്ചറിനെ നമ്മുടെ നരേറ്റർ നോട്ടീസ് ചെയ്യാണ്. ഹി നോട്ടീസസ് ദ സെയിം മാൻ വിത്ത് ഹിസ് വൈഫ് നെക്സ്റ്റ് ഡേ. അപ്പോൾ എ.ജെ. ക്രോണിൻ തൊട്ടടുത്ത ദിവസം, ആദ്യത്തെ ദിവസം കണ്ടു, ആ ചെറുപ്പക്കാരൻ എന്ത് ചെയ്യുന്നു, ആ ഒരു യങ് മാൻ തന്നെ നോക്കുന്നതായിട്ട് ആർക്ക് മനസ്സിലായി? എ.ജെ. ക്രോണിന് മനസ്സിലായി. പക്ഷേ he didn't give any sign of noticing that man. എന്നാൽ തിരിച്ചു നോക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ തിരിച്ചു തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള മനസ്സിലായ കാര്യം അദ്ദേഹം തിരിച്ചറിയിക്കുന്നുണ്ടോ? ഇല്ല അല്ലെ, അദ്ദേഹത്തിനെ മൈൻഡ് ചെയ്യുന്നില്ല. ബിക്കോസ് he wanted to avoid the tedium of importunate shipboard contacts. ആ ഒരു ഷിപ്പിലെ മറ്റാളുകളൊക്കെ വന്നിങ്ങനെ സംസാരിക്കുന്ന ആ ഒരു പരിപാടിയോട് എ.ജെ. ക്രോണിന് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ he notices the same man with his wife next day. തൊട്ടടുത്ത ദിവസം ഇതേ ആളെ അദ്ദേഹത്തിന്റെ വൈഫിന്റെ കൂടെ കാണുന്നു. അങ്ങനെ മൂന്നാമത്തെ ദിവസം കണ്ടപ്പോഴും ഈ ഹസ്ബൻഡും വൈഫും, ആ തലേ ദിവസം കണ്ട പാസഞ്ചറും അദ്ദേഹത്തിന്റെ വൈഫും തന്നെ എന്ത് ചെയ്യാണ്, നോക്കി നിൽക്കുന്നതായിട്ട് എ.ജെ. ക്രോണിന് മനസ്സിലായി. അപ്പൊ അത് അവർ ആരാണെന്ന് അറിയാനൊക്കെ താല്പര്യം ഉണ്ടായി. ഷീ കമ്പൽസ് ഹെർ ഹസ്ബൻഡ് ടു ടോക്ക് ടു ദ ഡോക്ടർ. അങ്ങനെ ആ വൈഫ് നിർബന്ധിക്കുകയാണ് ആരെ, ആ ചെറുപ്പക്കാരനെ, അല്ലെങ്കിൽ ആ 40 വയസ്സുള്ള യങ് മാനെ നിർബന്ധിച്ചു. യങ് മാൻ എന്നൊക്കെ പറയാൻ പറ്റുമോ, ഒരു മിഡിൽ ഏജ്ഡ് മാൻ അല്ലെ, ആയിക്കോട്ടെ. ഏതായാലും ആ വ്യക്തിയെ നിർബന്ധിച്ച് ആരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നു? ഡോക്ടറുടെ, എ.ജെ. ക്രോണിന്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ആ വ്യക്തിയുടെ പേര് അടുത്ത പോയിന്റിൽ പറയുന്നുണ്ട്, എങ്കിലും ഞാൻ ഇവിടെ ഒന്ന് എഴുതാം, മിസ്റ്റർ ജോൺ എന്നാണ് അല്ലെ. അപ്പോ മിസ്റ്റർ ജോൺ ഓഫേഴ്സ് ഹിസ് വിസിറ്റിംഗ് കാർഡ്. എ.ജെ. ക്രോണിനുമായിട്ട് സംസാരിച്ചു തുടങ്ങുന്നതിന് മുന്നേ മിസ്റ്റർ ജോൺ തന്റെ വിസിറ്റിംഗ് കാർഡ് എന്ത് ചെയ്യുന്നുണ്ട്, എ.ജെ. ക്രോണിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. എന്തിനാ? ഈ വിസിറ്റിംഗ് കാർഡിലുള്ള തന്റെ പേര് ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ മനസ്സിലായോ? ഇല്ല, ഒരിക്കലും മനസ്സിലായിട്ടില്ല. Then A.J. Cronin realizes John's field of work youth welfare. അങ്ങനെ മിസ്റ്റർ എ.ജെ. ക്രോണിനും മിസ്റ്റർ ജോണും തമ്മിൽ സംസാരിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ എ.ജെ. ക്രോണിന് നമ്മുടെ മിസ്റ്റർ ജോണിന്റെ ആ ഒരു ഏരിയ ഓഫ് വർക്ക് മനസ്സിലായി. അദ്ദേഹം ഒരു വെൽഫെയർ ഓർഗനൈസേഷൻ, ഒരു ചാരിറ്റി വർക്കറുമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ബൈ പ്രൊഫഷൻ എന്താണ്, ഒരു സൊളിസിറ്റർ ആണെന്നും ആർക്ക് മനസ്സിലാവുന്നു? എ.ജെ. ക്രോണിന് മനസ്സിലാവുന്നു. The doctor recalls past incidents at the landlady's attic that happened 25 years ago. 25 വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു ചെറുപ്പക്കാരനെ താൻ ഓൾറെഡി കണ്ടിട്ടുള്ളതായിട്ടുള്ള ഒരു ഓർമ്മ ആരിലേക്ക് വരികയാണ്? എ.ജെ. ക്രോണിന്റെ മനസ്സിലേക്ക് വരുന്നു. The doctor recalls that past incident that happened in a landlady's attic. ഒരു ലാൻഡ് ലേഡിയുടെ ഏറ്റിക്കിൽ വെച്ചിട്ടുണ്ടായ ആ ഒരു സംഭവം, 25 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ആ സംഭവം എ.ജെ. ക്രോണിൻ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. യങ് ജോൺ ഫാൾസ് ഇൻ ടു ബാഡ് കമ്പനി. ആ 25 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഇന്നത്തെ മിസ്റ്റർ ജോൺ ഒരു യങ് ജോൺ ആയിരുന്ന സമയത്ത് ഹി ഫാൾസ് ഇൻ ടു എ ബാഡ് കമ്പനി, ഒരു മോശം കൂട്ടുകെട്ടിൽ അദ്ദേഹം ചെന്നപ്പെട്ടിട്ടുണ്ടായിരുന്നു. ലോസസ് മണി ഇൻ ഗാംബ്ലിംഗ്, ചൂത് കളിച്ചുകൊണ്ടും ബെറ്റിംഗ് ഓൺ ഹോഴ്സസ്, കുതിരപ്പന്തയം വെച്ചുകൊണ്ടും അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ക്യാഷ് എല്ലാം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സ്റ്റീൽസ് മണി ഫ്രം ഓഫീസ് ആൻഡ് അറ്റംപ്റ്റ് സൂയിസൈഡ്. അങ്ങനെ അവസാനത്തെ ഗാംബ്ലിങ്ങിന് വേണ്ടി സ്വന്തം ഓഫീസിൽ നിന്നും അദ്ദേഹത്തിന്റെ അങ്കിള് ഒരു സൊളിസിറ്ററുടെ ഓഫീസിൽ ഒരു ക്ലർക്കിന്റെ ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേ ഓഫീസിൽ നിന്നും ഗാംബ്ലിങ്ങിന് വേണ്ടി പൈസ കട്ടെടുക്കുന്നു. അങ്ങനെ എന്തിനു ശ്രമിക്കുകയാണ്? ഒരു സൂയിസൈഡിന് അദ്ദേഹം ശ്രമിക്കുന്നതായിട്ടും നമ്മൾ കണ്ടു. Then saved by the doctor, that is A.J. Cronin, landlady and a sergeant of police. ആ സൂയിസൈഡ് അറ്റംപ്റ്റിൽ നിന്നും അദ്ദേഹത്തിനെ രക്ഷിച്ച ഈ 3 ആളുകളാണ്. ആരൊക്കെയാ? എ.ജെ. ക്രോണിൻ, ലാൻഡ് ലേഡി ആൻഡ് സർജിയൻ. Then gets a fresh start in life. ഈ 3 ആളുകൾ കഴിഞ്ഞത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു പുതിയ ലൈഫ് കിട്ടുന്നു. Then
Doctor, that is AJ Cronin, wonders how 7 pounds and 10 shillings could change a life. അല്ലെ അന്ന് 25 വർഷങ്ങൾക്ക് മുന്നേ ഇദ്ദേഹം ആ ഒരു ഓഫീസിൽ നിന്നും കട്ടെടുത്ത തുക എന്ന് പറയുന്നത് 7 pounds 10 shillings ആണ്. അത് അതേ ഓഫീസിൽ തന്നെ തിരിച്ചു വെക്കാൻ സഹായിച്ചത് ആരായിരുന്നു? AJ Cronin ആണ്. അങ്ങനെ 25 വർഷങ്ങൾക്ക് ഇപ്പുറം AJ Cronin മനസ്സിലാക്കുകയാണ് അന്നത്തെ ആ ഒരു 7 pounds 10 shillings എന്ന് പറഞ്ഞാൽ എത്രമാത്രം വിലപിടിപ്പുള്ളതായിരുന്നു എന്ന് ഇന്ന് അദ്ദേഹം മനസ്സിലാക്കി. എങ്ങനെയാ? ആ ഒരു 7 pounds 10 shillings നമ്മുടെ മിസ്റ്റർ ജോൺ എന്ന് പറയുന്ന വ്യക്തിയെ ഒരു ചാരിറ്റി വർക്കറായിട്ട്, ഒരു സോഷ്യൽ വർക്കറായിട്ടും മാറ്റിയെന്ന് മാത്രമല്ല അന്ന് അദ്ദേഹത്തിന്റെ ലൈഫ് രക്ഷിച്ചതും ആ ഒരു എമൗണ്ട് ആണ് എന്നുള്ള തിരിച്ചറിവ് AJ Croninലേക്ക് വരുന്നു. സോ ഹി റിയലൈസ്ഡ് that was the best investment he had ever made in his life. Then doctor feels proud in his investment. തന്റെ അന്നത്തെ ആ ഒരു നിക്ഷേപത്തിൽ ഇന്ന് നമ്മുടെ AJ Cronin എന്താണ് അങ്ങേയറ്റം അഭിമാനിക്കുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇത്രയേ ഉള്ളൂ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ലെസൺ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അതിലെ മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ തന്നിരിക്കുന്ന മെയിൻ പോയിന്റ്സ് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നരേറ്റീവും സ്പീച്ചും ലെറ്ററും ഒക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, തട്ടിക്കൂട്ടാൻ പറ്റും എന്നും കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. മറ്റൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.